ഹായ് ഓൾ. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളായിട്ട് കേൾപ്പിച്ചു തരുന്നത് വെച്ചാൽ ഒരുപാട് പേര് എനിക്ക് ഒരുപാട് മെസ്സേജ് അയക്കുന്നുണ്ടെന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് തന്നെ പല ആളുകളും റഷ്യയിൽ വന്നിട്ട് വൺ ട്രാപ്പുകളിലൊക്കെ പെട്ടിട്ട് ഒരുപാട് വോയിസ് ക്ലിപ്പാണ് എനിക്ക് അയക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ ചില ആളുകൾ അയച്ചിട്ടുള്ള വോയിസ് ക്ലിപ്പ് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോയിലൂടെ ഇന്ന് ഞാൻ കേൾപ്പിച്ചു തരാം. അതിനു മുമ്പായിട്ട് ഒരുപാട് പേര് റഷ്യയിൽ വന്നിട്ട് ജോലി കണ്ടെത്താൻ പറ്റാതെ ഇവിടെ നാട്ടിലേക്ക് പോകുന്നുണ്ട്. എസ്പെഷ്യലി മലയാളികൾ ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് ജോലി കണ്ടെത്താൻ പറ്റാതെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. പിന്നെ ഒരുപാട് പേര് ബിസിനസ് വിസയിലൊക്കെ വന്നിട്ട് ഡീപ്പോർട്ട് ആവുന്നുണ്ട്. ഇപ്പോൾ റഷ്യയിൽ വളരെ എത്രയോ പേര് ഇവിടെ വന്നിട്ട് ഡീപ്പോർട്ടിങ് ആവുകയാണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് വോയിസ് ക്ലിപ്പും കൂടി ഞാൻ കേൾപ്പിച്ചു തരാം. ഒരു ആളുകൾ വന്നിട്ട് പെട്ട അവസ്ഥയാണ്. അപ്പം നിങ്ങൾ എപ്പോഴും വൺ ട്രാപ്പുകളിലൊക്കെ പെടാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരു റഷ്യയിലേക്ക് ഒരു വിസ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബിസിനസ് വിസ അതിവിടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ പാസ്പോർട്ടിൽ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നമുക്ക് റഷ്യയിൽ സ്റ്റാമ്പ് അടിച്ച് കിട്ടുന്ന വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യൻ വിസയാണിത്. ഇപ്പം നമ്മുടെ റഷ്യൻ വിസന്റെ ഏറ്റവും മുകളിലായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇവിടെ റഷ്യയിൽ നമ്മുടെ ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. അതായത് എപ്പോഴാണ് വിസ സ്റ്റാർട്ട് ആവുന്നത്, എപ്പോഴാണ് അതിന്റെ എക്സ്പിരിറ്റി ഡേറ്റ് ഉള്ളത്. അപ്പോൾ ഒരുപാട് പേർക്ക് അത് ചെക്ക് ചെയ്യാൻ അറിയത്തില്ല. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം ഈ ഒരു വിസ തട്ടിപ്പ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ചില സമയത്ത് ഈ ഒരു വർഷത്തെ അതുപോലെ തന്നെ വിസ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ കൊണ്ടുവരുന്ന വെച്ചാൽ 3 മാസത്തെ വിസ ആയിരിക്കും. 3 മാസം കഴിഞ്ഞാൽ റിട്ടേൺ നാട്ടിലേക്ക് പോകേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനായിട്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജൊക്കെ വിടുന്നുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ വന്ന് പെട്ടുപോയി, ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എന്തെങ്കിലും വഴിയുണ്ടോ, നമുക്ക് ജോലി കണ്ടെത്തി തരാൻ പറ്റുമോ? പക്ഷേ ഈ സിറ്റുവേഷനിൽ നമുക്ക് ഈ ബിസിനസ് വിസയിൽ വന്നു കഴിഞ്ഞാൽ പലരും ജോലി കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവത്തില്ല. ഞാൻ ബിസിനസ് വിസയെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ നല്ല രീതിയിൽ തന്നെ വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ഒരു തീരുമാനം എടുക്കുക. ഞാൻ ഈ വീഡിയോ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് നീട്ടുന്നില്ല. ഞങ്ങൾക്ക് വോയിസ് ക്ലിപ്പ് ഞാൻ കേൾപ്പിച്ചു തരാം. നമുക്ക് വോയിസ് ക്ലിപ്പിലേക്ക് പോവാം. ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ കാണൂ 12 മണിക്കൂർ, ബാക്കി എല്ലാം 24 മണിക്കൂർ ജോലിയാണ്. പിന്നെ ജോലി ചെയ്തില്ലെങ്കിൽ അവിടുത്തെ ആൾക്കാർ ഇടിക്കുകയും ചെയ്യും. അത് സൈബീരിയൻ മാനേജ്മെൻ്റ് ആണ് നടത്തുന്നത് ആ ചോക്ലേറ്റ് ഫാക്ടറി. ഇനി എന്തെങ്കിലും ഇതുപോലെ മെസ്സേജ് വരുവാണെങ്കിൽ അപ്പോഴേ മെസ്സേജ് അയക്കണം. ചോക്ലേറ്റ് ഫാക്ടറി വരരുത്, ജോലിയുണ്ട് പക്ഷേ ഏത് വിസയിലാണ് വരുന്നത്, ജോലിയുണ്ട് പക്ഷേ സാലറി ഇല്ല. അതുപോലാണ് ഈ മെട്രോയിൽ ഈ ഔട്ട് സൈഡിൽ ഇന്ന് തന്നെ -5 ഉണ്ട്. ഈ തണുപ്പത്തൊക്കെ നമ്മളെങ്ങനെ ജോലി ചെയ്യും? പ്രത്യേകിച്ച് ഈ ബിസിനസ് വിസയിലൊക്കെ വന്നാൽ നമുക്ക് പേയ്മെൻറ്റും ഇല്ല, കാര്യങ്ങളും ഇല്ല, ഒന്നുമില്ല. 10-35 രൂപ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പഠിച്ചിറങ്ങിയ ഒരുപാട് പിള്ളേരുണ്ട്. ജോലിയൊന്നും നാട്ടിലൊന്നും സെറ്റ് ആവുന്നില്ല. നാട്ടിൽ നിന്ന് വെച്ചാൽ 8,000-6,000 രൂപയ്ക്കൊക്കെ എവിടെയെങ്കിലും കയറും. പിന്നെ ഒരു നല്ല ഓഫർ വരുമ്പോൾ കയറാമെന്നുള്ള ഉദ്ദേശത്തിൽ എല്ലാവരും നിൽക്കുന്നത്.